ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പൊ ഇനി എന്താണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഏറ്റവും മികച്ച ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്ന ജോബുകൾ ഉണ്ടെന്ന് മാത്രമല്ല, ഓരോ ജോലി, ആ ജോലി എങ്ങനെയാണ് ആ ജോലിയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ഏതാണ്, ആ എക്സാമിന്റെ പാറ്റേൺ എന്തൊക്കെയാണ്, മറ്റ് എന്തൊക്കെ കടമകളുണ്ട് നിങ്ങൾ കടക്കേണ്ടി വരും, ഏജ് ലിമിറ്റ് എന്താണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് UPSC എക്സാമുകളാണ്. UPSC എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നമ്മുടെ നാട്ടിലുള്ളവർക്ക് അവയർനെസ് ഉള്ള ഒരു എക്സാം ആണ്. അപ്പൊ UPSC എക്സാം മെയിൻ ആയിട്ട് നടക്കുന്നത് 3 ലെവലുകളിലായിട്ടാണ്. ആദ്യം ഒരു പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിന് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ കാണും. അതിന്റെ കൂടെ തന്നെ CSAT എന്ന് പറയുന്ന ഒരു പേപ്പർ കാണും. CSAT എന്ന് പറയുന്ന പേപ്പർ ക്വാളിഫയിങ് നേച്ചർ ആണ്. 33% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആവും. ബാക്കി ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം ഇതിൽ ക്ലിയർ ആവുന്ന ആൾക്കാർ UPSC മെയിൻസ് എഴുതും. UPSC മെയിൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു essay പേപ്പർ ഉണ്ട്, പിന്നെ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പർ, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ, ജനറൽ സ്റ്റഡീസ് 1, 2, 3 and 4, അതുപോലെ തന്നെ ഓപ്ഷണൽ പേപ്പർ 1 and 2. ഇത്രയും പേപ്പറുകളാണ് വരിക. ഇതിന്റെ മാർക്കിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ UPSC മെയിൻസിന്റെ സ്കോർ ഉണ്ടാവുക. ഇതിനകത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറും ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറും ക്വാളിഫയിങ് നേച്ചർ ആയിരിക്കും. അതിന്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കില്ല. നിങ്ങൾ ജസ്റ്റ് അവർ പറയുന്ന ഒരു മിനിമം കട്ട് ഓഫ് മാത്രം ഈ 2 പേപ്പറിനും ക്ലിയർ ചെയ്താൽ മതിയായിരിക്കും. ബാക്കി പേപ്പറുകളുടെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ മെയിൻസിന്റെ സ്കോർ തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസും ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 32 വയസ്സ് വരെയും, OBC NCL കാറ്റഗറി അതായത് OBC നോൺ ക്രിമിലിയർ കാറ്റഗറിയിലുള്ളവർക്ക് 35 വയസ്സ് വരെയും, SC ST കാറ്റഗറിയിലുള്ളവർക്ക് 37 വയസ്സ് വരെയുമാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് UPSC എക്സാംസിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും 6 അറ്റംപ്റ്റുകളാണുള്ളത്. അതായത് എത്ര വർഷം വേണമെങ്കിലും എക്സാം എഴുതാൻ പറ്റില്ല. മാക്സിമം 6 അറ്റംപ്റ്റുകൾ മാത്രമേ നമുക്ക് UPSC എക്സാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അതായത് 6 വർഷം മാത്രമാണ് ഈ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് മുന്നിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് UPSC നമുക്ക് കമ്പാരിറ്റീവ്ലി അവയർനെസ് ഉള്ള ഒരു എക്സാം ആണ്. അടുത്ത എക്സാമിലേക്ക് അടുത്ത് നമ്മൾ നോക്കുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ ആണ്. അപ്പോൾ ഒരുപാട് ജോലികൾ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വേക്കൻസീസ് വരുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറുകളിൽ നടക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് IBPS PO, പിന്നെ IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, SBI PO, RBI അസിസ്റ്റന്റ്, RBI ഗ്രേഡ് B, നബാർഡ് ഗ്രേഡ് A തുടങ്ങിയ എക്സാമുകളാണ് എല്ലാ വർഷവും നടക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും ബാങ്കിങ് സെക്ടറിൽ ഇത്രയും പരീക്ഷകൾ നടത്തിയിരിക്കും. എല്ലാ എക്സാംസിനും ഒരു നല്ല രീതിയിലുള്ള വേക്കൻസീസ് തന്നെ വരും. ഓക്കെ, മൊത്തം വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000-ന് പുറത്ത് 1,00,000-നുള്ളിൽ വേക്കൻസീസ് എല്ലാ വർഷവും ഈ എല്ലാ എക്സാംസിനും കൂടെ വരുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന എക്സാം ആണ്. നിങ്ങൾ 3-4 വർഷം കാത്തിരുന്ന് നടക്കുന്ന എക്സാമുകളല്ല, എല്ലാ വർഷവും നടക്കുന്ന എക്സാമുകളാണിത്. ഈ ഓരോ പരീക്ഷയ്ക്കുമുള്ള ഏജ് ലിമിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. IBPS PO ആണെങ്കിൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ്, ഈ 3 എക്സാമുകളും 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SBI PO 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. RBI ഗ്രേഡ് ബിയും 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നബാർഡ് ഗ്രേഡ് A എന്ന് പറയുന്ന എക്സാം 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഓർക്കേണ്ട കാര്യം, വളരെ നല്ലൊരു സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ക്ലറിക്കൽ പോസ്റ്റിന് പോലും 30,000 പ്ലസ് സാലറി നിങ്ങൾക്ക് കിട്ടുന്ന ജോലികളാണ് ഇവിടെ ഉള്ളത്. മറ്റ് ജോലികൾ ക്ലറിക്കൽ അല്ലാതെ PO അതുപോലെ തന്നെ RBI അസിസ്റ്റന്റ് ഒക്കെ വരുന്ന സമയത്ത് വളരെ വലിയൊരു സാലറിയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻഹാൻസ് സാലറി ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ എക്സാം എന്ന് പറയുമ്പോൾ, ബാങ്കിങ്ങിന്റെ എക്സാമുകൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാത്തിന്റെയും പാറ്റേണിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ ഓരോ പരീക്ഷകൾക്കും. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് റീസണിങ് ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ടാവും. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ബാങ്കിങ് അവയർനെസ്, ബാങ്കിങ് അതുപോലെ തന്നെ എക്കണോമി,
ബാങ്കിങ് ഇൻഡസ്ട്രി ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് ജനറൽ അവയർനെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും. ഇത്രയും പേപ്പറുകളാണ് മെയിൻ ആയിട്ട് പല ബാങ്കിങ് എക്സാമുകൾക്കും ചോദിച്ചു വരുന്നത് കേട്ടോ. ഇതാണ് ഒരു ബേസിക് സിലബസ് എന്ന് പറയുന്നത്. പല എക്സാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല പാറ്റേണുകളിലാണ് ഈ എക്സാമിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മിക്കവാറും എല്ലാ ബാങ്കിങ് എക്സാമിനും ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും, അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. ചില എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ലെവലും കൂടെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം വേണമെന്ന് വിചാരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വളരെയധികം ജോലി സാധ്യതയുള്ള വളരെ നല്ല സ്റ്റാർട്ടിംഗ് സാലറി തന്നെ കിട്ടുന്ന വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ മാത്സിലൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് തന്നെ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടാവണമെന്ന് മാത്രമേ നിർബന്ധം. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ BCom ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിങ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും അത് അറ്റൻഡ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ LIC ഇത് ഇൻഷുറൻസ് സെക്ടറിൽ LIC ഒക്കെ തന്നെ എക്സാംസ് നടത്തിയിട്ട് ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിക്കവാറും ബാങ്കിങ് ആസ്പിറൻസ് എല്ലാം തന്നെ 1 അല്ലെങ്കിൽ 1.5 വർഷത്തിനിടയ്ക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം അവർ ജോലിയിലേക്ക് എത്തുന്നുണ്ട്. ബാങ്കിങ്ങിന്റെ പ്രത്യേകത എക്സാം നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് വരുന്നു, വളരെ പെട്ടെന്ന് അടുത്ത മെയിൻസ് നടക്കുന്നു, അതിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് വരുന്നു, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എല്ലാം വളരെ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആണ്. നിങ്ങൾ എക്സാം എഴുതി തുടങ്ങി കഴിഞ്ഞാൽ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആണ്. നിങ്ങൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. റിസൾട്ട് വന്നാൽ 1-2 മാസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താം. പെട്ടെന്ന് ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് SSC എക്സാമുകളാണ്. SSC മെയിൻ ആയിട്ട് 3 എക്സാംസ് ആണ് നടത്തുന്നത്. SSCയുടെ CGL ഉണ്ട്, CHSL ഉണ്ട്, അതുപോലെ തന്നെ MTS. അടുത്തത് SSC നടത്തുന്ന CGL എന്ന് പറയുന്ന എക്സാം ആണ്. ഈ എക്സാമിന്റെ പേര് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഇന്ന സബ്ജക്ട് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിക്കോട്ടെ, നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, ഈവൻ MBBS കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസർ തുടങ്ങിയ ഏറ്റവും മികച്ച പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഫില്ല് ചെയ്യുന്നത് ഈ SSC CGL എന്ന് പറയുന്ന എക്സാമിലൂടെയാണ്. അപ്പോൾ ഈ എക്സാമിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പരമാവധി 32 വയസ്സാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, പല പോസ്റ്റുകൾ ഈ എക്സാമിന് കീഴിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓരോ പോസ്റ്റുകൾക്കും ഓരോ ഏജ് ലിമിറ്റ് ആണ് വരുന്നത്. ചില പോസ്റ്റുകൾക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക. മറ്റു ചില പോസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 20 വയസ്സ് ഉണ്ടായിരിക്കണം കേട്ടോ. ചില പോസ്റ്റുകൾ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ, ചില പോസ്റ്റുകൾ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ചില പോസ്റ്റുകൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. 1-2 പോസ്റ്റുകൾ 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്നവർക്കുള്ള പോസ്റ്റുകളും ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ പോസ്റ്റുകളും 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ എക്സാം 32 വയസ്സ് വരെ ഉള്ളവർക്കും എഴുതാനായിട്ട് പറ്റും. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. ഇതല്ലാതെ തന്നെ നമുക്ക് SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സ്, എത്ര വയസ്സാണ്, 30 വയസ്സാണ് ഒരു പോസ്റ്റിന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ SC ST കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ ആ ഒരു പോസ്റ്റിന് 35 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി OBC കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് കിട്ടുക. അപ്പോൾ 3 വർഷം കൊണ്ട് 30 വയസ്സുള്ളൊരു വരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണെങ്കിൽ 33 വയസ്സ് വരെ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എക്സാമിനേഷൻ നടത്തുന്നത് 2 ടയർ എക്സാമുകളായിട്ടാണ്. സോ ടയർ 1 ആൻഡ് ടയർ 2 എക്സാമുകളാണ് ഇവിടെ നടക്കുക. രണ്ടും തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പറുകൾ ഒന്നുമില്ല.
ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് ഇവിടെ രണ്ടിടത്തും വരിക. ഇതിനകത്ത് ടയർ 2ന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അവർ പറയുന്ന ഒരു മിനിമം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പതുക്കെ ടൈപ്പിംഗും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു സെന്ററിൽ പോയിട്ട് ടൈപ്പിംഗ് പഠിച്ചു തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പിംഗ് പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെയിലി 15 മിനിറ്റോ 20 മിനിറ്റോ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലും മതി. നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെയും ടൈപ്പിംഗ് പഠിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ്, മാന്യമായ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ 2 ടയർ എക്സാം ആണ്, ടയർ 1 ആൻഡ് ടയർ 2. അപ്പൊ ഈ 2 ടയർ എക്സാമിന്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് വരും, പിന്നെ ഇംഗ്ലീഷ് വരും. ടയർ 1 എക്സാമിന്റെ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടയർ 1 എക്സാം പാറ്റേൺ എക്സാം ക്ലിയർ ചെയ്യുന്നവരാണ് ടയർ 2 എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുക. ടയർ 2 എക്സാമിന്റെ അന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാവുക. അപ്പൊ ടയർ 1 എക്സാമിന്റെ പാറ്റേൺ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ടയർ 1 എക്സാം എന്ന് പറയുമ്പോൾ റീസണിംഗിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്ക് ടോട്ടല്. മാത്സ് 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്ക്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്ക്. ടോട്ടൽ 100 ക്വസ്റ്റ്യനും 200 മാർക്കിനുമായിരിക്കും പരീക്ഷ. ഇവിടെ നമുക്ക് സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ്. ഓക്കെ, അതായത് 1 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നടക്കുന്നത്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് SSC CGL സെന്റേഴ്സ് ഉണ്ട്. ഇനി SSC CGL കൂടാതെ ഇതേ SSC തന്നെ നടത്തുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മറ്റു 2 എക്സാമുകളുണ്ട്. അതിലൊന്നാണ് CHSL എന്ന് പറയുന്നത്. ഇത് +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുതൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 18 വയസ്സാണ് മിനിമം ഏജ്. അതുപോലെ തന്നെ MTS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വരെ, അതായത് ഇത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ MTS എഴുതാൻ പറ്റും, CHSL എഴുതാൻ പറ്റും. ആകെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 18 വയസ്സ് ഫില്ലായിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 18 വയസ്സ് കംപ്ലീറ്റ് ആയ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ CHSL MTS എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, MTS 10ാം ക്ലാസ് ലെവലിൽ ഒരു പരീക്ഷയാണെന്ന് വിചാരിച്ചു അതൊട്ടും കുറഞ്ഞ ഒരു പരീക്ഷ അല്ലെങ്കിൽ കുറഞ്ഞൊരു ജോലിയല്ല നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ എല്ലാ പരീക്ഷകളും എഴുതും. ഇപ്പോൾ ഡിഗ്രി ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ പരീക്ഷകളും എഴുതും. കാരണം എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആവശ്യമുള്ളത് നല്ലൊരു ജോലിയാണ്, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പരീക്ഷകളും എഴുതണം. എവിടെയാണ് നമുക്ക് ഭാഗ്യമുള്ളത്, ഏത് പരീക്ഷയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഈ എക്സാംസിനെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക. CGL പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും CHSL MTS എഴുതുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതല്ലാതെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഇതേ SSC നടത്തുന്നുണ്ട്. സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ നടത്തുന്നുണ്ട്. സ്റ്റെനോഗ്രഫി അറിയുന്നവർക്ക് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന എക്സാം നടത്തുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് JEE എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഈ SSCയുടെ കീഴിൽ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലികൾ ഫില്ല് ചെയ്യുന്നത് ഈ SSC എക്സാംസ് വഴിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും പഠിക്കേണ്ടത് ഈ 4 സബ്ജക്റ്റുകൾ തന്നെയാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരും, ജനറൽ അവയർനെസ് വരും. അപ്പൊ അതിനകത്ത് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് പിന്നെ സയൻസും പഠിക്കേണ്ടി വരും. കൂട്ടത്തിൽ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10ാം ക്ലാസ് വരെയുള്ള ബേസിക് മാത്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ട്രിഗ്നോമെട്രി, കുറച്ച് മെൻസുറേഷൻ, അങ്ങനത്തെ ഏരിയാസും കൂടെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓൾജിബ്രയിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ്, വൊക്കാബുലറിയും പഠിക്കണം. അതുപോലെ തന്നെ അതല്ലാത്ത പാർട്ടുകളും നമ്മൾ പഠിക്കേണ്ടി വരും, ഗ്രാമർ പാർട്ടും നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ബേസിക് ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം ഇല്ല, നമ്മൾ കുറച്ചുകൂടി ടൈം എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം 2 വർഷത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയാം. SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സാംസ് ഒക്കെ നടക്കാൻ പോവാണ് അടുത്ത മാസം. ഈ വർഷത്തേക്കല്ല,
വരുന്ന വർഷത്തേക്ക് അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ എക്സാംസിന് പഠിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്, കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 15 മുതൽ നമ്മളൊരു SSC RRB റെഗുലർ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ദിശ അക്കാഡമിയുടെ സ്പെഷ്യൽ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒരു മെന്റർ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറവാണെങ്കിലും, അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മെന്ററിനെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള, കേരളത്തിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഉറപ്പായിട്ടും ഈ എക്സാമിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 എന്നുള്ള നമ്പറിലേക്ക് ഫോൺ ചെയ്യാം കേട്ടോ. 8075753676 ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഈ കോഴ്സ് ജൂലൈ 15-നാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ, ഫസ്റ്റ് ഒരു 2-3 ഡേയ്സ് നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ കിട്ടും. അപ്പോൾ കോഴ്സ് ചെറിയൊരു പൈസയ്ക്ക്, അതായത് കുറച്ചുകൂടെ ഒരു എമൗണ്ട് കുറവായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത എക്സാമ്പിൾ. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ IBACIO ഗ്രേഡ് 2 എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണ്. ഈ എക്സാമിന് 3 ടയർ ആയിട്ടാണ് എക്സാം നടക്കുക. ടയർ 1 എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്ലിയർ ചെയ്യുന്നവരാണ് ടയർ 2-ലേക്ക് എത്തുക. അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും. അതും ക്ലിയർ ചെയ്യുന്നവർ ഇന്റർവ്യൂവിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ടയർ 1, ടയർ 2 ഇന്റർവ്യൂ എന്ന് പറയുന്ന 3 സ്റ്റേജുകളിലായിട്ടാണ് IBACIO എക്സാമിനേഷൻ ഉള്ളത്. അപ്പൊ ഇതിന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ ആണ്. കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും ടയർ 1-ന്, ജനറൽ സ്റ്റഡീസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്, റീസണിങ് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത്രയും പേപ്പറുകളാണ് വരുന്നത്. ഓരോ ഏരിയയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതം വരും കേട്ടോ. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ട് 100 മാർക്കിനാണ് എക്സാമിനേഷൻ നടക്കുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് ആണ് ടയർ 1-നുള്ള നമുക്ക് സമയം എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ വർക്ക് ചെയ്യണം എന്നുള്ളവർ ക്ലിയർ ചെയ്യേണ്ട എക്സാം ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, നമ്മൾ പലപ്പോഴും കേട്ടിട്ട് മാത്രമുള്ള നമുക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടതെന്ന് അറിയാത്ത ചോദ്യങ്ങളിലേക്ക് എല്ലാം എത്തിപ്പെടേണ്ടത് ഇത്തരം എക്സാമുകൾ ക്ലിയർ ചെയ്തിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ ഇനി ഇതിന്റെ ടയർ 2 എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. അപ്പൊ ഇതിനകത്ത് 1 മണിക്കൂറാണ് എക്സാമിനേഷൻ വരുന്നത്. മൊത്തം 50 മാർക്കിനായിരിക്കും ടയർ 2 നടക്കുക. ഇത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. ആദ്യത്തേത് എസ്സേ ആണ്. എസ്സേക്ക് 30 മാർക്കാണ് മാക്സിമം ഉണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രിസിസ് റൈറ്റിംഗ് ആണ്. അത് 20 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടൽ 50 മാർക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റിലാണ് ഈ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് പോവുക. അത് കഴിഞ്ഞ് ടയർ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, ടയർ 1-ഉം ടയർ 2-ഉം ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുക. ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് ഇന്റർവ്യൂ റൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവും ഏകദേശം 100 മാർക്കിനാണ് നടക്കുക. ഓക്കെ, 100 മാർക്കിനാണ് നടക്കുക. ഈ സമയത്ത് ചില സംഭവം നിങ്ങൾക്ക് സൈക്കോമെട്രിക് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇന്റർവ്യൂ 100 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിന്റെ 3-ന്റെയും കൂടെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എഴുതേണ്ട പരീക്ഷ IB എക്സാംസ് ആണ് കേട്ടോ.